Hey guys, welcome back മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി ചെയ്യാൻ പോണ കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവിൽ വന്ന സമയത്ത് നമ്മൾ ഓൾറെഡി മച്ചാമാരെ നിങ്ങൾക്കറിയാം സെലക്ഷൻ കോൺട്രാക്ട് വന്ന സമയത്ത് എനിക്കാണെങ്കിൽ നമ്മുടെ ബെയിൽ എടുക്കണം എന്നായിരുന്നു. അപ്പോൾ ഓൾറെഡി ഗോളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒലിവർഗാനെ എടുത്തും പോയി അറിയാണ്ട് ഫ്രീ ട്രൈ നമുക്ക് കക്കയെ കിട്ടിയ മച്ചാമാരെ. അപ്പോൾ ഓൾറെഡി ഞാൻ വിചാരിച്ചു നമുക്ക് BBC ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബെയിലിന് എടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഗൈസ് എൻ്റെ അടുത്ത് നമ്മുടെ ബെൻസിമയുടെ കാർഡ് കൊണ്ട് മച്ചാമാരെ റൊണാൾഡോയുടെ നമ്മുടെ സെലക്ഷൻ കോൺട്രാക്ട് എടുത്തൊരു പോർച്ചുഗൽ കാർഡും ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഉറപ്പായിട്ട് ഇന്ന് കറക്കി നോക്കിയത്, പക്ഷേ അന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ PK എന്ന് പറഞ്ഞാൽ നമ്മളൊരു മച്ചാനുണ്ടായിരുന്നു പയ്യൻസ് ഇന്നലെ വന്നപ്പോഴും ബെൻസിമിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നങ്ങ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഓൾറെഡി മച്ചാൻ ഞാൻ എന്താ പറയാം, നമ്മുടെ ഓൾറെഡി വന്ന ഒരു 2-3 കാർഡുണ്ട്. ഈ അടുത്തായിട്ട് വന്ന 50 ലിമിറ്റഡ് ഡ്രോയിൻ്റെ കാർഡുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നമ്മുടെ സനേൻ്റെയൊക്കെ കാർഡുകൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ഇന്നൊരു കാർഡ് ഒന്നും മച്ചാൻ ഇനിയിപ്പം 2 ദിവസം കൂടിയുള്ള ഓൾറെഡി നമ്മുടെ മെയിൻ്റനൻസും കാര്യങ്ങൾ സ്റ്റാർട്ടാവും. എല്ലാം ഈ ഫുട്ബോൾ 2026 എന്തായാലും പൊളിക്കട്ടെ മച്ചാൻ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ ഇട്ട് കിടക്കാൻ കഴിയും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്ന് ബെൻസിമയും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു നെയ്മറിൻ്റെ കാർഡും ചെയ്യുന്നുണ്ട് മച്ചാൻ. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓൾറെഡി ഇത് പണ്ടേ നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയ 2 കാർഡുകളായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഈ ഒരു കമൻറ്റ് ഈ ഒരു കാർഡും കാര്യങ്ങളും ഉണ്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാൻ നിങ്ങളെല്ലാവരും മാക്സിമം ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓപ്പോണൻറ്റ് എങ്ങനെയാണ് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഓപ്പോണൻറ്റ് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഓപ്പോണൻറ്റ് സ്ക്വാഡ്. ബെബേറ്റോ ഉണ്ട്, ഗ്രീസ്മൻ ഉണ്ട്, എൻ്റെ മോനെ ബാറ്റി ഉണ്ട്, ബെറാൾഡോ ഉണ്ട്, ക്യാൻഡി ഉണ്ട് ഗൈസ്. ഇത് സംഭവം 3CB സംഭവമാണ്. LB ആയിട്ട് ക്യാമവിങ്ക, RB ആയിട്ട് കിമ്മിച്ചപ്പം 5-2-3 മച്ചാമാരുടെ ആദ്യമായിട്ട് ഇങ്ങനൊരു എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഒരു സ്ക്വാഡ് കാണുന്ന 5-2-3 എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ ഫസ്റ്റ് ഇംപ്രഷൻ ഇങ്ങനെ വന്നിട്ടില്ല. അപ്പം കോസ്റ്റൊക്കെ അത്യാവശ്യം നല്ലൊരു ഗോൾ തന്നെയാണ്. അപ്പോൾ ഗൈസ് എന്തായാലും ഒരു കിടിലൻ മാച്ചാണ് മച്ചാമാരെ. അപ്പം നമ്മുടെ ബെൻസീമിനെ വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയപ്പോൾ ഓൾറെഡി ഞാൻ നമ്മുടെ ആങ്കറിംഗ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ വരെ, കാരണം നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ കാർഡുകളൊക്കെ ഉണ്ടോ നിങ്ങൾ ഉറപ്പായിട്ടും BBC ഒക്കെ ട്രൈ ചെയ്തിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക എന്തായാലും വെച്ചാൽ വരെ. അപ്പോൾ ഓപ്പോണൻറ്റ് ഇതാണ് ഓൺലി CR7. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഗ്യാസ്പെർണി വേഴ്സസ് ഗ്യാസ്പെർണിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കിടിലൻ മാച്ച് ആവും ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ മാക്സിമം ലൈക്ക് അടിക്കുക, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വെച്ചാൽ വരെ സപ്പോർട്ട് ചെയ്യാം ഗൈസ്. അപ്പം ഞാൻ ഓൾറെഡി എന്താ വെച്ചാൽ നമ്മുടെ കമൻട്രി ബോക്സ് ഇനി മാറ്റണം എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും വെച്ചാൽ വരെ ഓൾറെഡി ബെൻസിമ ടു നമ്മുടെ സാബി ടു ബാക്കോട്ട് നെയ്മർ ടു നമ്മുടെ കാർലോസ്. ഓക്കെ അയ്യോ അറിയാണ്ട് പോയടക്കെ എൻ്റെ ബെബേറ്റോ ഇവിടെ എന്താ ചാടി കളിക്കുന്നത്. ഓക്കെ നെയ്മർ ഓക്കെ ഗൈസ്. അപ്പം നല്ലൊരു ചാൻസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ബെൻസിമ ഓക്കെ കക്ക ഗൈസ് വാൻഡേജൊക്കെ എടുത്തു മച്ചാമാർ. ഓൾറെഡി ഇവർ യൂസ് ചെയ്യുന്ന 5-3-2 ആയതുകൊണ്ട് പുതിയൊരു ഫോർമേഷനാണ് നമുക്ക്. ക്യാമവിങ്കേനൊക്കെ പയ്യന്മാർ LBയിൽ ഇട്ടേക്കുന്നത്. കഫു എടാ ക്യാൻ്റെ ഷോട്ട് എടുത്തോ ഗൈസ്. എടാ പണിയാവില്ലേ. ഓക്കെ കഫു ടു ബെലിംഗം, കക്ക ബാക്കൗട്ട് റോബർട്ടോ കാർലോസ്. ഓക്കെ നെയ്മർ പാസ് ത്രൂ പാസ് കക്ക, മൊസ്ക്വാര ഗൈസ്. മൊസ്ക്വാര എന്നൊക്കെ പറഞ്ഞ കാർഡുണ്ട്. ഓൾറെഡി നമുക്ക് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇംപ്രഷനാണ്. അവിടെ ഫസ്റ്റ് എൻ്റെ ഹിഡൻ ഷോട്ട് നമ്മുടെ ബാറ്റിയുടെ അച്ഛന്മാരെ. ഇപ്പോൾ അടിപൊളി ഷോട്ടായിരുന്നു. എന്തായാലും കോർണർ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ടോണി ആഡംസ് ടു ഗ്രീസ്മൻ ഒരു ഗൈസ്. അപ്പോൾ ബെൻസിമയിലേക്ക് കിട്ടിയിട്ടുണ്ടാക്കി. ബെൻസിമ കെന്നവരെടുത്ത് ഇത് ചെയ്തടാ ഗൈസ്. കെന്നവർ എങ്ങനെയാണെങ്കിലും ഒരു അപ്പോൾ പണി ചെയ്യാൻ ഗൈസ്. അപ്പോൾ ബെക്കംബർ മച്ചാമരാടാ നിങ്ങൾ സെലക്ഷൻ കോൺട്രാക്റ്റിൽ എടുത്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ട് ഇനിയും നമ്മുടെ ഇതുപോലത്തെ വെറൈറ്റി കാർഡും കാര്യങ്ങളുടെ വീഡിയോ വരുന്നുണ്ട്. ഓൾറെഡി ഗൈസ് നമ്മൾ സനയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇംപ്രഷൻ അടിക്കുക കേട്ടോ. സാബി അലോൺസോ, പിന്നെ കക്ക, ബെലിംഗം, പിന്നെ മെസ്സി. ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അയ്യോ ടേൺ ചെയ്യണ്ടായിരുന്നു മച്ചാമാരെ. ക്യാമറ അടിച്ചു വിട്ടു ഗൈസ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോർമേഷനൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കുറേ പേരൊക്കെ 4-2-2 യൂസ് ചെയ്യുന്നുണ്ട്. ആരും മറച്ചിട്ടു. കഫോനിയാന്ന് തോന്നുന്നു. ഓക്കെ മെസ്സി ടു കക്ക ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ബെറാൾഡോ ഗൈസ്. കുറച്ച് പേരൊക്കെ ബെറാൾഡോനെ എടുത്തായിരുന്നു നമ്മുടെ ആ ഒരു ടൈമിൽ. അപ്പോൾ നിങ്ങളാരും എടുത്താൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ. ഇത് നമ്മുടെ ബാസ്റ്റണീൻ്റെ സമയത്ത് ഒന്ന് കാണല്ലേ. അവിടെ എടുക്കടാ ബെക്കംബർ ഒരു ത്രൂ പാസ്. ഓക്കെ സാബി ലോൺസോ ടു നമ്മുടെ നെയ്മർ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നലെ നമ്മുടെ ഒരു ലൈവിൽ വന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു അറബിയൊക്കെ എടുക്കും എന്തായാലും വെറൈറ്റി ആവട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ കമൻട്രി ബോക്സ് സെറ്റാക്കി കൂട്ടാൻ വെച്ചാൽ പറയാം. ഞാൻ ജപ്പാനീസിൻ്റെ കുറേ കണ്ടിട്ടുണ്ട്. അങ്ങനെ ജപ്പാനീസ് കമൻട്രി ഇടുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും അതുപോലെ നമ്മളും ഇതിൽ ട്രൈ ചെയ്യും. നമ്മളിപ്പോൾ ഓൾറെഡി ഇംഗ്ലീഷാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാ ലാംഗ്വേജ് ഇട്ടേക്കുന്നതൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ലാംഗ്വേജ് ഒക്കെ അടിപൊളിയാണെന്ന് വെച്ചാൽ മറ്റേ പണിയായി അയ്യോ അതെന്ത് പണിയാണ് ഞാനവിടെ കൊണ്ടേ കാണിച്ചത്. എടാ കഫു പക്ഷെ ഞാനത് സെൽഫ് ഗോളായി മച്ചാവനടാ പോട്ടെ. എടാ ഇതുവരെ എനിക്ക് സെൽഫ് ഗോൾ ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല. അത് അറിയാണ്ട് അവൻ അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മാനുവലിനർ എടുക്കുമെന്ന് വിചാരിച്ചു. ഞാൻ കൊണ്ട് കയറിയും കൊടുത്ത് അടിച്ച് കളഞ്ഞപ്പോൾ തന്നെ അവർ തലയും തട്ടി. ഇഷ്ടമല്ല പോട്ടെ. നെയ്മർ നമുക്ക് അടിക്കാം ഗൈസ്. എന്തായാലും കമ്പാക്ക് അടിച്ച് കയറാം. അവന്മാർക്ക് നമ്മൾ സെൽഫ് ഗോളങ്ങ് ഇട്ട് കൊടുത്തില്ല. കക്ക ഗൈസ്. ഓൾറെഡി നമ്മളിപ്പോൾ ഡിവിഷൻ 2 ഏരിയ ആണ് കേട്ടോ. ഓക്കെ ബെൻസിമിക്ക് ഒരു ചാൻസ് ഇട്ടിട്ടുണ്ട്. ഷോട്ട് കോസ്റ്റ് ആയതുകൊണ്ട് അവന്മാർ അടിച്ച് കളയും ഗൈസ്. അപ്പം നല്ലൊരു ഗോളിയാണ് കോസ്റ്റ. എന്താ പറയുക കുറേ പേരൊക്കെ ഒലിവർഗാൻ
പിന്നെ സബിൽ കോസ്റ്റൊക്കെ ഇട്ടാണ് കളിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ പേര് കണ്ടിട്ടുണ്ട് ഈ ഒരു കാർഡ്. എന്തായാലും നല്ലൊരു ഗോളിയാണ്. ഓക്കെ ബെക്കംബർ കിട്ടിയിട്ടുണ്ട്. മച്ചാമാരെ ഓൾറെഡി ഇപ്പാണെങ്കിൽ വെയിൽ മഴ ഈ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നമ്മുടെ ഓഗസ്റ്റ് ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്താ പറയുക വെള്ളിയാഴ്ചയാണ് നമ്മുടെ ചേത്രിയൊക്കെ വരാൻ പോകണമെന്നാണ് കേട്ടത്. എന്തായാലും അവരങ്ങനെയാണ് ക്യാമ്പയിൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഇപ്രാവശ്യം വെറൈറ്റി ആവട്ടെ ഗൈസ്. കുറച്ച് പാക്കും ക്യാമ്പയിനൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ ആൻറ്റി ചിക്കടാ എടുത്തടാ ക്യാൻ്റെ ഗൈസ്. അപ്പോൾ നിങ്ങൾ വൈപ്പോട്ട് ചെയ്തവരൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. നമ്മുടെ ഈ പാക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടി നെയ്മർ ഒരു കർവ് ഷോട്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ എൻ്റെ പൊന്നും ഗൈസ് ക്യാമറയ്ക്ക് ഏതാ സ്ലൈഡ് മച്ചാമരെ. അപ്പം നമ്മൾ ആ ഒരു കാർഡ് വെച്ച് നെയ്മറിനെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കാർഡാട്ടോ മച്ചാമരെ. ഓൾറെഡി ഇത് നമ്മുടെ ആ ഒരു ഫ്രീ ട്രയൽ കിട്ടിയതാണ് എനിക്ക് തോന്നുന്നു. ഇത് എല്ലാവർക്കും ഫ്രീ ആയിരുന്നു തോന്നുന്നു. നല്ലൊരു കാർഡാണ് മച്ചാമരെ. എന്തായാലും ഞാൻ ഇപ്പോഴാണ് ഈ ഒരു കാർഡൊക്കെ ഇറക്കാൻ തുടങ്ങി. അതുപോലെ നമ്മൾ മറ്റേ സാൻഡോസ് നെയ്മർ ആയിരുന്നു ഇറക്കിക്കൊണ്ടിരുന്നത്. ഈ ഒരു കാർഡ് അടിപൊളിയാണ്. ഈ ഒരു ബ്രസീലിയൻ ടൈപ്പ് നമുക്ക് അത്യാവശ്യം നല്ല അതെന്താ സംഭവം ഞാനവിടെ ചെയ്ത ഫൗളാണോ സാബിനെ വെച്ചിട്ട് ഗൈസ്. ഓൾറെഡി ഇപ്പോൾ ഈ ഒരു സാബി കാർഡ് അത്യാവശ്യം നല്ല രീതിക്ക് ഫോം ഉണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കളിച്ച സമയത്ത് ഒരെണ്ണത്തിന് അടുപ്പിക്കില്ല ഈ ഒരു കാർഡ്. അപ്പോൾ നല്ലൊരു കാർഡ് തന്നെയാണ് ഗൈസ്. ഓൾറെഡി ഫസ്റ്റ് ദിവസമാണ് ഇന്ന് നമ്മൾ ബെൻസിമയുടെ ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യുന്നത്. കക്ക പാസ്. ഓക്കെ ബെലിംഗാം ടു കക്ക. ഓക്കെ ബെൻസിമ. ഓക്കെ എടുത്ത് കയറിക്കോ. ഓക്കെ മെസ്സി. ഗൈസ് ഇവന്മാർ അവിടെ തന്നെ നമ്മുടെ ക്യാമറിംഗാനെ സെറ്റ് ചെയ്തുകൊണ്ട് അനങ്ങുന്നില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ 1-1 ഹാഫ് ടൈം കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയോക്കാം ബാറ്റി ടു ബെറാൾഡോ പിന്നെ കഫു. ഇവന്മാർ ലോങ് ബോളിൻ്റെ അടിക്കാരാണെന്ന് ഫുൾ അടിച്ച് പുറത്താണല്ലോ ഗൈസ്. സാബി ടോണി ആഡംസ്. ഓക്കെ കഫു ഗൈസ്. അപ്പോൾ നിങ്ങൾ ഫിഫയിലൊക്കെ എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക മച്ചാമാരെ. ഓൾറെഡി ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ഉള്ളോടാ ഇത് പണിയാണോ അല്ലേ കക്ക മച്ചാമാരെ. ഓൾറെഡി കഴിഞ്ഞ ദിവസം നമ്മൾ കളിച്ചപ്പോൾ എനിക്കും ബാർസലോണ ടീമിൻ്റെ ഒരേ ജേഴ്സി ആയിപ്പോയി. അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് ഇറക്കാട്ടെ. ചിലപ്പോൾ മറന്നു പോകും നമ്മൾ. എടാ ഓക്കെ കിട്ടിയിട്ടുണ്ട്. ബെൻസിമ എടുത്ത് അടിച്ചോ. അയ്യോ ഗൈസ് എടാ ഞാൻ വിചാരിച്ചത് കയറുമായിരിക്കുന്നു. ഓൾറെഡി എന്താ ഇച്ചിരി പവർഫുൾ അടിച്ചാൽ മതിയായിരുന്നു. അത് ഓൾറെഡി അവൻ വന്ന് അനക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അടിച്ച് കയറുമെന്ന്. നല്ലൊരു ചാൻസ് ആയിരുന്നു. ബെൻസിമ കയറുന്നുണ്ട് കേട്ടോ മച്ചാൻ പറ്റും. എടാ നമ്മൾ കർവ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ റോബർട്ടോ കാർലോസിനെ വെച്ചിട്ട്. ഓക്കെ ഒരു നല്ല അതൊക്കെ നമ്മുടെ കോസ്റ്റ പിടിച്ചു ഗൈസ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക ആ ഗോളീൻ്റെ ടൈമിൽ കോസ്റ്റ് അടിപൊളിയായിരുന്നു. നമ്മുടെ ഏത് കാർഡായിരുന്നു നമ്മൾ വേറെ ഏതൊരു കാർഡ് എടുത്തത്. അതേതായിരുന്നു ആ കാർഡ് ഏതൊരു കാർഡ് എടുത്തു വെച്ചാൽ വരെ എന്താ ഗൈസ്. അപ്പോൾ വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ബെൻസിമ ഇത് നമുക്ക് അടിക്കണം. എടാ എൻ്റെ പൊന്ന് ഗൈസ് അതെത്ര അവിടെ സംഭവിച്ചാൽ മച്ചാൻ വരെ മിക്കവാറും മാൻ ഓഫ് ദ മാച്ച് നമ്മുടെ ബെൻസിമ ആയിരിക്കും. കക്ക ഒരു ത്രൂ പാസ്. സാബി. ഓക്കെ നെയ്മർ. ഓക്കെ ബെൻസിമ കിട്ടിയിട്ടുണ്ട്. ഇത് ഷോട്ടാക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് കംബാക്ക് ഗോൾ അടിച്ചിട്ട് നമുക്ക് സെലിബ്രേഷൻ ഉണ്ട് നോക്കാം. തമ്പിലേയും സെറ്റാക്കാൻ. അപ്പോൾ ഗൈസ് ഒരു അടിപൊളി ഗോൾ തന്നെയാണ് വെച്ചാൽ ഇട്ടിരിക്കുന്നത് ബെൻസിമ. അപ്പോൾ അതിന് നല്ലൊരു കാർഡ് തന്നെയാട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് കളിപ്പിക്കാം. 2 ഗോൾ അടിച്ചു ഓൾറെഡി മച്ചാന്മാരെ. നമ്മൾ എനിക്ക് തോന്നുന്നു ഡിവിഷൻ മാച്ച് കയറുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ കയറുമായിരുന്നു. നമ്മൾ ആ ഓൺ ഗോൾ അടിച്ചില്ല. അത് പോയി ഗൈസ്. ഇനി നമുക്ക് വരാനെടുത്ത് നോക്കാം. കക്ക. ഓക്കെ ബെൻസിമ കിട്ടിയിട്ടുണ്ട്. കക്ക ഗൈസ് സംഭവം ഇതിന് നല്ല രീതിക്കുള്ള ടേൺ ഉണ്ട് കേട്ടോ. ഈ ഒരു കാർഡിന് നല്ല രീതിക്കുള്ള ഇതുണ്ട് കേട്ടോ. നമ്മളിത് ഇറക്കാണ്ട് വെച്ചേക്കായിരുന്നു. പക്ഷെ നല്ല കാർഡാട്ടോ. ഇപ്പോഴാണ് നമ്മൾ ഇറക്കി തുടങ്ങിയത്. സത്യം പറഞ്ഞ ഗൈസ് നമ്മൾ BBC ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഹാഫ് ടൈം വരെ MSN, ഹാഫ് ടൈമിന് ശേഷം BBC. പക്ഷേ സത്യം പറഞ്ഞാൽ ബെയിലിൻ്റെ കാർഡ് ഇല്ലാത്തതുകൊണ്ടാണ്. അതെനിക്കാണെങ്കിൽ മറ്റേ സ്റ്റാൻഡേർഡിനകത്ത് ഇപ്പോൾ ഇല്ലല്ലോ ഗൈസ്. 0GB ഇപ്പോൾ ബെയിൽ ഇല്ലല്ലോ എന്ന് തോന്നി. ഞാൻ കുറേ നോക്കി എല്ലാം തോന്നുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ വേറെ കാർഡും ഇല്ല. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇറക്കിയേനെ. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം കേട്ടോ. എടാ ഇവന്മാർ ഫുള്ള് ലോങ് ബോൾ ടാക്ടിക്സാണ് മച്ചാവരുടെ. ഓക്കെ മെസ്സി ഗൈസ്. ഓൾറെഡി നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ക്യാമറമാനൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ. ഫോൺ അത്യാവശ്യം നല്ല രീതിക്ക് ഹീറ്റ് ആവുന്നുണ്ട് ഗൈസ്. ഒരു 25 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഞാനാണെങ്കിൽ 60 FPS എല്ലാം ഹൈ ഇട്ടിട്ട് നല്ല രീതിക്ക് എന്താ പറയുക ചൂടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഇത് കുറച്ച് വെച്ചു. പിന്നെ ചാർജും ഇതാവുന്നുണ്ട് അതാട്ടോ ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട് റോബർട്ടോ കാർലോസ് ടു സാബി. ഓക്കെ പിന്നെ ഗൈസ് ഓൾറെഡി നിങ്ങൾക്കറിയാലോ സ്പേസിൻ്റെ കാര്യം പണിയാണ്. എടാ ഇത് പണിയാവല്ല. ഓക്കെ എടുത്തിട്ടുണ്ട്. ഇത് മിക്കവാറും വല്ല പണിയും കിട്ടും. അതാ ബെലിംഗാം. ഓക്കെ അറിയും വെറാൾഡോ. എടുക്കടാ ഗൈസ്. എടാ എൻ്റെ പൊന്നെ ഗൈസ് ഇത് ഓഫ് സൈഡ് ആയത് ഭാഗ്യമായി. നമ്മൾ കറക്റ്റ് ടൈമിൽ ഇനി ആകെ 20 സെക്കൻഡേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നിങ്ങൾ മാച്ച് കണ്ടവർക്കറിയാം. ഓൾറെഡി ലാസ്റ്റ് ടൈം എങ്ങാണ്ട് നമ്മുടെ ഓപ്പോണൻ്റ് വന്ന് ഫുള്ള് തൂക്കിയിട്ട് പോയിരുന്നു. ആ മാച്ച് ഞാൻ എന്തായാലും അറ്റത്ത് കൊടുക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉഷാറാക്കുക. ഓക്കെ ടോണി ആഡംസ് ടു നമ്മുടെ മെസ്സി ടു ഗൈസ്. ഓൾറെഡി ഞാൻ എന്താ പറയുക നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഷൻ മാച്ച് ഇറക്കി കളിയില്ലടാ. ബാറ്റിൻ്റെ ഒരു അടിപൊളി ഷോട്ട്. എൻ്റെ പൊന്ന് ഗൈസ് മാനുവൽ ന്യൂർ. എടാ ഗൈസ് ഇത് സംഭവം
ഗൈസ് ഇത് നമ്മുടെ ക്യാപ്റ്റൻ ഡെസ്പൂസയിൽ കിട്ടിയ ഗോളി കേട്ടോ. നിങ്ങൾ പലരും വിചാരിച്ച എൻ്റെ അടുത്ത് എടാ ഇതെന്താ അനങ്ങുന്നില്ല ഈ സാധനം. ഓക്കെ കിട്ടിയിട്ടുണ്ട് ബെൻസിമ. കിട്ടി 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 ഗൈസ് കിട്ടി. എന്നെ പേരോ എടാ പണിയാവില്ല. ഓക്കെ ബെൻസിമ എടുത്തെടുത്തെടുത്തു. ബെൻസിമ ടു പാസ് മറഡോണ. ഓക്കെ ബെൻസിമ ഒരു ത്രൂ പാസ് കൊടുത്തോ. ഓക്കെ ഗ്രീസ്മാൻ. ഓക്കെ മറഡോണ എടാ ബാക്കോട്ട് അടിച്ചോ. അതവന്മാർ കളഞ്ഞു. എടാ അത് വേണ്ടായിരുന്നു. ഞാനത് സാബിനെ വെച്ചിട്ട് ഫൗളൊന്നുമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും വെച്ചാൽ നമ്മുടെ ഇന്നത്തെ മാച്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഒരു അടിപൊളി മാച്ചായിരുന്നു. മിക്കവാറും നമ്മുടെ ഡിവിഷൻ പ്രൊമോഷൻ ആയിട്ടുണ്ടാവും. അതാണ് ഈ ഒരു എൻജോയ് കാണുന്നത് മിക്കവാറും ഗൈസ്. ഇനി 1-ലേക്കൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ ആയിട്ടോ ഗൈസ്. ഓൾറെഡി നമ്മൾ 6 ഷോട്ടാണ് അടിച്ചത്. ഓൾറെഡി നമ്മൾ മിനിമം 2-3 മാച്ചൊക്കെ കളിക്കുന്നുള്ളൂ. അതാണ് ഗൈസ്. അപ്പോൾ കോസ്റ്റ് തന്നെയാണ് അവരുടെ ലേവേ റേറ്റിംഗ് കൂടെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനത്തെയൊക്കെ ക്രിസ്ത്യൻ മുസ്കോറൊക്കെ ഉണ്ട് മച്ചാമരെ. കിമ്മിച്ച് ബെബേറ്റോ പിന്നെ ബെല്ലറ്റി ഗൈസ്. ഓൾറെഡി റൂണിയൊക്കെ ഇട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു കോംബോ ഒക്കെ ചെയ്യാം കേട്ടോ. ബെയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഓൾറെഡി മാർട്ടിനസിൻ്റെ റിവ്യൂ കൂടെ ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്നവരൊക്കെ ഉണ്ട് ഉറപ്പായിട്ട് അത് കണ്ടിട്ട് മാത്രം എടുക്കുക മച്ചാമാരെ. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വെറൈറ്റി ആയിട്ട് വീണ്ടും വീഡിയോയിൽ വരുന്നതായിരിക്കും. റിയൽ ചാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാനൽ ലൈവ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.